വലിയ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് പൂതി മാറാത്തവർക്ക് ഇപ്പൊ അള്ള കൊടുത്ത പണി എത്ര രസമുള്ള പണിയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ചെറിയ മുതാലിമീങ്ങൾക്കൊക്കെ അറിയാം മുടി തൊട്ടാൽ ഒതുമുറിയൂല അന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, സാധാരണക്കാര് പറയുന്നുണ്ട് മുടി തൊട്ടവരെ ഒതുവൊക്കെ മുറിഞ്ഞിരിക്കുന്നു, എല്ലാത്തിൻ്റെയും ഒതു മുറിഞ്ഞുപോയി, എല്ലാവരും കുടുങ്ങിപ്പോയി. ഇപ്പം വലിയ അശുദ്ധിയിലാണ് പലരും ഉള്ളത്. കുളിച്ചിട്ടും ശരിയാകുന്നില്ലല്ലോ. രക്ഷപ്പെടാൻ ഒരു മന്ത്രവും കയ്യിൽ ഇല്ലല്ലോ. ഇപ്പൊ ആകെയുള്ള പരിപാടി എന്താണ്? ഞാനത് വിശദീകരിക്കുന്നില്ല. അള്ളാന്റെ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും അല്ലാത്തവരും സമമാകുമോ? വിവരമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ജോലിയുണ്ട്. ആ ജോലി വിവരമില്ലാത്തവന്റെ തലയിൽ വെച്ച് കെട്ടിയാൽ ഇനിയും നാറും കേട്ടോ, വഷളാകും കേട്ടോ, മഹല്ല് പൊളിഞ്ഞു പോകും കേട്ടോ, ഉമ്മത്തിന്റെ അച്ചടക്കം നശിച്ചു പോകും കേട്ടോ. ഒരുത്തം പ്രസംഗിക്കണ്, നേതാവിന് വിവരമില്ല. മറ്റോൻ പ്രസംഗിക്കണ്, നേതാവിന് വിവരം ആവശ്യമില്ല. അങ്ങനുണ്ട്. അപ്പോഴാണ് മഹാപ്രഭാഷകന്റെ വരവ്. മൂപ്പര് പറയുന്ന വാക്ക്, അരക്കാശിന്റെ വിവരം പാടില്ല, 500 മഹലിന്റെ ഖാദിയാക്കി തരാം. ഇവിടെ എങ്ങോട്ടാണ്? അതാര് പറയിപ്പിച്ചതാണ്? അൽഹംദുലില്ലാഹ് ഞങ്ങളില്ല. പല്ലുകുത്തി മണപ്പിക്കാൻ ഞങ്ങളില്ല, മുണ്ടുപൊക്കി കാണിക്കാൻ ഞങ്ങളില്ല. ഈ കഴുത്തിൽ നിന്ന് ഈ വലിയ കരിമ്പാറ, ആ ഭാരമുള്ള വസ്തു ഒന്നഴിച്ചു വെച്ചുകൂടെ? എന്നിട്ട് ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ആയുസ്സങ്ങ് ചെലവഴിച്ചുകൂടെ? അതല്ലേ മഹാന്മാര് പാടിത്തന്നത്. നുറഖിഉ ദുനിയാനാ ബിതംസീഖി ദീനിനാ ഫലാ ദീനുനാ യബ്ഖാ വലാ മാ നുറഖിഉ. നമ്മളെ ദീനീ രംഗത്ത് എന്തെങ്കിലും പോരായ്മ വരുമ്പോ ദുനിയാവ് കൊണ്ട് അതങ്ങ് തുന്നിക്കൂട്ടി പരിഹരിച്ച് ഓട്ടയടക്കുന്നതിന് പകരം ദുനിയാവിന്റെ ദുർമോഹങ്ങൾക്ക് വേണ്ടി ദീന് പൊല്ലിപ്പൊളിച്ചിട്ടാണ് ചിലര് തുന്നിക്കൂട്ടിയത്. അവർക്കിപ്പൊ തുന്നിക്കൂട്ടിയ കോട്ട്, കണ്ടം വെച്ച കോട്ട്, ദുനിയാവും ബാക്കിയില്ല. ദീനു